ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മോദി സർക്കാർ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നുവെന്നും ചെന്നിത്തല. പത്തനാപുരത്ത് മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നരിക്കൽ വെഞ്ചേമ്പിൽ വെട്ടുകത്തി ഉപയോഗിച്ച് റബ്ബർ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. നശിപ്പിക്കപ്പെട്ടത് 70ഓളം റബ്ബർ മരങ്ങൾ. വാർത്തകൾ വിശദമായി. മഹിളാ കോൺഗ്രസ് ജില്ലാ നേതൃപരിശീലന ക്യാമ്പ് തെന്മലയിൽ സംഘടിപ്പിച്ചു. ഇക്കോ ടൂറിസം കൺവെൻഷൻ സെന്ററിൽ തയ്യാറാക്കിയ സരസ്വതി കുഞ്ഞികൃഷ്ണൻ നഗറിൽ 19, 20 തീയതികളിലാണ് ക്യാമ്പ്. തെന്മല ഇക്കോ ടൂറിസം കൺവെൻഷൻ സെന്ററിൽ തയ്യാറാക്കിയ സരസ്വതി കുഞ്ഞികൃഷ്ണൻ നഗറിലാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് നടക്കുന്നത്. 19, 20 തീയതികളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിൽ പണ്ട് ജില്ലാതലത്തിൽ മാത്രമേ ഈ സംഘടന ഉണ്ടായിരുന്നുള്ളൂ. അത് മാറി മണ്ഡലം തലത്തിലും ബൂത്ത് തലത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നമ്മുടെ മഹിളാ നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്തുടനീളം മഹിളകൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്ന കാലമാണ്. ജെൻഡർ ഈക്വാളിറ്റി, ലിംഗസമത്വം എന്നുള്ളതാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. പൊതുജീവിതത്തിൽ പോയിട്ട് ഒരു കാര്യത്തിലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് സോണിയാഗാന്ധിയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ 50% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള ഏറ്റവും വിപ്ലവകരമായ തീരുമാനം എടുത്തു. നാളെ ഇനി അസംബ്ലിയിലും പാർലമെന്റിലും ഇത് വേണ്ടിവരും. അതിനാളൊന്നും അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല. കുറെ കൂടി കഴിഞ്ഞാൽ പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന നിയമം പാർലമെന്റ് പാസ്സാക്കുവാനുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അങ്ങനെ വേണ്ടിവരും. ഉദ്ഘാടന ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിന്ദു ജയൻ അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് ദേശീയ വൈസ് പ്രസിഡന്റും കൊല്ലം DCC പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി. ഐഡന്റിറ്റി കാർഡുകളുടെ വിതരണം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. മുൻ MLA പുനലൂർ മധു, ചാമക്കാല ജ്യോതികുമാർ, കൃഷ്ണവേണി G ശർമ്മ, ലതാ സി നായർ, K ശശിധരൻ, R രാജശേഖരൻ, മാധവൻകുട്ടി, ഏരൂർ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭാരവാഹികൾ, നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവരാണ് ക്യാമ്പ് പ്രതിനിധികൾ. 20 നടക്കുന്ന സമ്മേളനം KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ലൈവ് വാർത്ത തെന്മല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ മതേതര മൂല്യങ്ങളെ മുഴുവൻ ചവിട്ടിമതിക്കുന്നു. അതിന് ഭരണാധികാരം പരിപൂർണമായി ഉപയോഗിക്കുന്നു. ഭരണം ഇത്രയും കൂടുതൽ പാർട്ടിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടാകില്ല. അതിനെതിരായിട്ടാണ് രാജ്യത്ത് ഇന്ന് വളർന്നു വരേണ്ടത്. ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഐക്യനിര, ഒരു ദേശീയ ബദൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിയത്. മഹിളാ കോൺഗ്രസ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് തെന്മലയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുമ്പോഴായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം. ജനദ്രോഹ വിഷയങ്ങളിൽ
കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വർഗീയത ഉയർത്തിക്കാട്ടി രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടൊരു മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകില്ല. മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ? ആർക്കെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? കൊലപാതകങ്ങൾ ദൈനംദിനം 18 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു വർഷത്തിനിടയിൽ 300 എന്നുള്ള ഞാൻ തിരുത്തുന്നു, 302. ഇന്ന് 2 ഉണ്ടായിട്ടുണ്ട്. 302 കൊലപാതകങ്ങൾ. 365 ദിവസം 365 ഉണ്ടായില്ലല്ലോ എന്നാണ് ഇപ്പൊ പ്രതിപക്ഷ ഭരണകക്ഷിക്കാർ ഞങ്ങളോട് ചോദിക്കുന്ന അസംബ്ലിക്കകത്തിരുന്നു. സ്ത്രീകളുടെ സുരക്ഷ ഉയർത്തിക്കാട്ടി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാർ സ്ത്രീകളുടെ മാനം തെരുവിൽ പിച്ചി ചീന്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. ലൈവ് വാർത്ത, തെന്മല. ബൈക്കിൽ കറങ്ങി നടന്ന് പണവും സ്വർണവും അപഹരിക്കുന്ന മോഷ്ടാവിനെ പിടികൂടി. ഇരുട്ട് രാജീവ് എന്ന് വിളിക്കുന്ന രാജീവാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. ബൈക്കിൽ ചുറ്റി നടന്ന് സ്വർണവും പണവും മൊബൈലും കവരുന്ന ബിരുദൻ പോലീസ് പിടിയിലായി. കുണ്ടറ മുളവന മുക്കൂട്ട് പരുത്തൻപാറ കിഴക്കേ വീട്ടിൽ ഇരുട്ട് രാജീവ് എന്നറിയപ്പെടുന്ന 30-കാരനായ രാജീവാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. വാളകത്ത് റോഡരികിൽ നിന്ന് ഫോൺ ചെയ്ത വാളകം ആക്കാട്ടുകോണം പച്ചക്കുളത്ത് വീട്ടിൽ വർഗീസിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് കടന്ന കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് രാജീവ് കുടുങ്ങിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ഡിസംബറിൽ കുളക്കടയിൽ വെച്ച് വഴിയാത്രക്കാരനായ ഏറത്ത് വളക്കട ചെറുവള്ളൂർ വീട്ടിൽ തങ്കച്ചന്റെ 6 പവന്റെ മാലയും അന്നുതന്നെ ഏനാത്ത് പാലത്തിന് സമീപം വെച്ച് അടൂർ സ്വദേശിയുടെ മാലയും പൊട്ടിച്ചു കടന്നതായി ഇയാൾ സമ്മതിച്ചു. 20 ATM തട്ടിപ്പ് കേസിലും കുണ്ടറയിൽ വൃദ്ധയെ പീഡിപ്പിച്ച ശേഷം മോഷണം നടത്തിയ കേസിലും ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണ്. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവരെയാണ് ഇയാൾ കൂടുതൽ തട്ടിപ്പിനും ഇരയാക്കിയിട്ടുള്ളത്. ട്രഷറിക്ക് മുന്നിലും മറ്റും ബൈക്കിൽ ചുറ്റി പെൻഷൻ വാങ്ങാനെത്തുന്നവരിൽ ആർക്കെങ്കിലും ലിഫ്റ്റ് കൊടുക്കും. ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി ബൈക്ക് നിർത്തിയ ശേഷം പണവും മാലയും അപഹരിക്കുന്നതാണ് മോഷണ രീതി. 2000 രൂപയുടെ നോട്ടുകൾ ഇറങ്ങിയ ശേഷം ചില്ലറ മാറാനെന്ന നിലയിലും തട്ടിപ്പ് നടത്തി. എയർ കണ്ടീഷൻ ചെയ്ത ആഡംബര വീടുമൊക്കെയുള്ള രാജീവ് മോഷ്ടിച്ചു കിട്ടുന്ന തുകയും ആഡംബര ജീവിതത്തിനാണ് ഉപയോഗിച്ചതെന്ന് പോലീസ് പറഞ്ഞു. റൂറൽ SP S സുരേന്ദ്രൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. SI CK മനോജ്, ഷാഡോ പോലീസ് SI S ബിനോജ്, ASCമാരായ AC ഷാജഹാൻ, ശിവശങ്കരപിള്ള, അജയ്കുമാർ എന്നിവർ അറസ്റ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ സ്നാനഘട്ടത്തിലെ കക്കൂസ് മാലിന്യം ഒഴുകിയത് കല്ലടയാറ്റിലേക്ക്. ലൈവ് വാർത്തയുടെ ഇടപെടലിനെ തുടർന്ന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും മറ്റുമായാണ് പുനലൂർ TB ജംഗ്ഷനിൽ കല്ലടയാറിനോട് ചേർന്ന് സ്നാനഘട്ടം ഒരുക്കിയത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നിയന്ത്രണത്തിലാണ് സ്നാനഘട്ടം. പുഴയോരം റെസ്റ്റോറന്റിനോട് ചേർന്ന് നിരവധി കക്കൂസുകളുമുണ്ട്. ഈ കക്കൂസുകളിലെ മാലിന്യം എത്തിച്ചേരുന്ന സെപ്റ്റി ടാങ്കുകളാകട്ടെ മാസങ്ങളായി പൊട്ടിക്കിടക്കുകയാണ്. ഈ മാലിന്യമെല്ലാം ഒഴുകിയെത്തുന്നതാകട്ടെ കല്ലടയാറ്റിലേക്കും. അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ വെറും ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് മറച്ചിരുന്ന അവസ്ഥയിലായിരുന്നു ഈ സെപ്റ്റി ടാങ്ക്. വിവിധ കുടിവെള്ള പദ്ധതികളിലേക്ക് ആശ്രയിക്കുന്നത് കല്ലടയാറ്റിലെ വെള്ളമാണ്. കൊളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചതും അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ലൈവ് വാർത്താ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് സ്നാനഘട്ടത്തിലെ സെപ്റ്റി ടാങ്ക് പൊട്ടിയൊലിച്ച് കല്ലടയാറ്റിലേക്ക് മാലിന്യം എത്തുന്നതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ നഗരസഭാ അധികൃതരെയും ആരോഗ്യ വിഭാഗത്തെയും ഇക്കാര്യം വിളിച്ചറിയിക്കുകയായിരുന്നു. ഹെൽത്ത് സൂപ്രണ്ട് പ്രകാശ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനാ റിപ്പോർട്ട് എത്രയും വേഗം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റി ടാങ്കുകൾ പൊട്ടിയൊലിക്കുന്ന സാഹചര്യത്തിൽ സ്നാനഘട്ടത്തിലെ കക്കൂസുകൾ പൂട്ടിയിടാനും ഹെൽത്ത് സൂപ്രണ്ട് നിർദ്ദേശം നൽകി. വിവരം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് DTPCയുടെ കീഴിലുള്ളതാണിത്. നഗരസഭ നേരിട്ട് നടപ്പിലാക്കുന്നതല്ല. DTPC കോൺട്രാക്ട് കൊടുത്താണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. DTPCക്ക് അടിയന്തരമായിട്ട് ഇത് ക്ലോസ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാനുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കുന്നതാണ്. ലൈവ് വാർത്ത, പുനലൂർ. ഓയിൽ പാം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. INTUCയും ഓയിൽ പാം എംപ്ലോയീസ് സെന്ററും സംയുക്തമായി നടത്തിയ സമരമാണ് കൃഷിമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒത്തുതീർപ്പായി. തൊഴിലാളികളുടെ ശമ്പളം പരിഷ്കരിക്കുക, ഫാക്ടറി നവീകരിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുക, നിർത്തലാക്കിയ പുതുവത്സര സമ്മാനം പുനരാരംഭിച്ച് തൊഴിലാളികൾക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓയിൽ പാമിലെ INTUC തൊഴിലാളികൾ കഴിഞ്ഞ 50-ലേറെ ദിവസമായി സമരത്തിലായിരുന്നു. ഭാരതീപുരത്തെ ഓയിൽ പാം മെയിൻ ഗേറ്റ് പടിക്കലായിരുന്നു സമരം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഓയിൽ പാം എംപ്ലോയീസ് സെന്ററും സമരത്തിൽ പങ്കാളികളായി. കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രി VS സുനിൽകുമാറുമായി യൂണിയൻ നേതാക്കൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പിനെ തുടർന്നായിരുന്നു സമരം അവസാനിച്ചത്. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ ഭാരതീപുരം ശശി, S ജയമോഹൻ, PS സുബാൽ, S സന്തോഷ്, MN നായർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കാളികളായി. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ.
ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. പത്തനാപുരത്ത് മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മാർ ലാസറസ് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം വെയർഹൌസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ 5ാം നിലയിലാണ് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മാർ ലാസറസ് വലിയ പള്ളിയുടെ സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിൽ മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വെയർഹൌസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ 5ാമത്തെ നിലയിലാണ് സംഭവം. നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിലാണ് അവശിഷ്ടങ്ങൾ. ജോലിക്കാരാണ് കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ കാണുന്നത്. ഇവർ പത്തനാപുരം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ മൃതദേഹം മനുഷ്യന്റേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബാക്കിയെല്ലാം ചെറിയ എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണ്. തുടർന്ന് വൈകുന്നേരത്തോടെ ബയോവിദഗ്ധരും ശാസ്ത്രീയ പരിശോധനാ സംഘവും സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി. തുടർന്നാണ് മനുഷ്യന്റേതാണെന്ന നിഗമനത്തിൽ എത്തിയത്. വെള്ളിയാഴ്ച ഫോറൻസിക് മെഡിക്കൽ സംഘം പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. ഇവരുടെ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. പുനലൂർ ASP കാർത്തികൻ ഗോകുൽചന്ദ്, പത്തനാപുരം CI നന്ദകുമാർ, SI അബ്ദുൽ മനാഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗുരുവായൂർ ദേവസ്വത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് KB ഗണേഷ് കുമാർ MLA. ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാലക്ഷ്മി യാഗത്തിന്റെ മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണം യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഗുരുവായൂർ ദേവസ്വം ഭരണത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് MLA KB ഗണേഷ് കുമാർ പറഞ്ഞു. ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ മഹാലക്ഷ്മി യാഗ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 500-600 പശുക്കളുണ്ട്. നേർച്ചയായിട്ട് ആൾക്കാരുണ്ട്. ഗോക്കളെ മേയിച്ചിരുന്ന ആളാണ് കൃഷ്ണൻ. തന്റെ ഗോക്കളെ മക്കളെ പോലെ കൊണ്ടു നടന്ന് ഓടക്കൊഴൂതി മേയിച്ച് അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത് അതിനെ പരിപാലിച്ചു കൊണ്ടുകിടന്ന ശ്രീകൃഷ്ണന്റെ ഗോശാല, ഗുരുവായൂരപ്പന്റെ ഗോശാല ഉഴുത്ത് കിടക്കുന്നത് കണ്ടാൽ അവിടെ പരിച്ചുകൊണ്ടിരിക്കുന്നവരെ ചൂലെടുത്തടിക്കും എന്നേക്കുന്നവരാണ്. ഇതാണ് കാണുന്നത്. കാണാനില്ലാത്തവരാണ്. കഴിഞ്ഞ ദിവസവും റിലയൻസിലെ മുകേഷ് അംബാനി അവിടെ വന്നു. മുകേഷ് അംബാനി ധാരാളം ചായക്കട പ്രവർത്തനങ്ങൾ ചെയ്ത കോടീശ്വരനാണ്. മുകേഷ് അംബാനിയുടെ ഒരു വാക്ക്, നിങ്ങൾ ഈ ക്ഷേത്രത്തിന് വഴിപാടായി ഈ ഗോശാല ഒന്ന് നവീകരിക്കണം, ഒരു 2-3 കോടി ചെലവഴിച്ച് അത്യന്താധുനിക ഗോശാലയാക്കി തരണം, ഒരു വഴിപാടായി എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഓർക്കുന്നത്. ഞാൻ പറയാൻ ഭാഷ അറിയും.
അയാൾക്ക് അറിയാവുന്ന ഭാഷ നമുക്കറിയണം, അല്ലെങ്കിൽ അയാൾക്ക് നമുക്കറിയാവുന്ന ഒരു ഭാഷയുണ്ട്, അത് നമുക്കറിയണം. ഇത് രണ്ടും അറിയാത്തവൻ കൊഞ്ഞനം കുത്താനും ഇങ്ങനെ കൊഞ്ഞനം കുത്തി നമ്മൾ ഇങ്ങനെ. ഗുരുവായൂരപ്പന്റെ ഞാൻ മരപ്പോകുമ്പോഴത്തേക്കും ആനകളെ നിർത്താൻ കൂട് പണിയണമെന്നോ എന്തുവന്നാൽ ചെയ്യില്ല. 4 കോടി ചെലവഴിക്കും. നേർച്ചയായി ഇത് ചെയ്തു കൊടുക്കാൻ എല്ലാ ആനയ്ക്കും നല്ല ഷെഡ് പണിഞ്ഞ് അതിന് ഷവറൊക്കെ വെച്ച് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഇതൊക്കെ എല്ലാം വരച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ കടലാസ് കൊടുത്തു. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് വനംവകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിങ്ങൾക്ക് തയ്യാറായിരിക്കുന്ന പ്രപ്പോസൽ വളരെ മനോഹരമാണ്, നല്ലതാണെന്ന് കോടതി മനസ്സിലാക്കി തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇത് ഉടൻ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഗം മാത്രം കണ്ടില്ലെന്നറിയില്ല. പക്ഷെ ഞാൻ അവന്മാരെ എത്രയും കൊണ്ടെന്നല്ലാത്തതുകൊണ്ട് തോന്ന പോക്കിന്റെ പണി വെച്ച് കൊടുത്തിട്ട് എല്ലാ ആനയും, കേരളത്തിലെ എല്ലാ ആനയും നിർത്താൻ ഒരാനയ്ക്ക് ഒരു ഷെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ആനയെ ഒരു പരമ്പൂപ്പ് പിടിച്ചെടുക്കുന്നു. പണിയായിരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടാക്കിയ ഞാൻ അവന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെ വിട്ട കാശുണ്ട്. ഞാൻ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടാക്കി ഷെഡ് പണിയണം, എല്ലാ ആനയും നിർത്താൻ. ഇപ്പോഴും അത് പണിയാതെ തള്ളി കൊണ്ടുപോകും ദേവസ്വം. ഭഗവാന്റെ പ്രിയപ്പെട്ട പശുക്കളെപ്പോലും ഗോക്കളെപ്പോലും സംരക്ഷിക്കാൻ ശ്രമിക്കാത്ത കാരണം കോളേജുണ്ട്, സ്കൂളുണ്ട്, അധ്യാപകരെ നിയമിക്കുന്നുണ്ട്, പൈസ വാങ്ങിക്കുന്നുണ്ട്, ബന്ധുക്കളെല്ലാം തിരികെ കയറ്റുന്നുണ്ട്. ദേവസ്വം ബോർഡ് മെമ്പറുടെയും പ്രസിഡന്റിനെയൊക്കെ ഡ്രൈവർമാരെ ആനക്കാരന്മാരെ വേറെ നിയമിക്കാൻ കഴിയില്ലാത്തവർ ആനക്കാരനെ നിയമിക്കുന്നുണ്ട്. അമേരിക്കയിൽ ചിഹ്നമടിക്കുന്നുണ്ട്. ആനക്കാരൻ ആനയെ പേടിയാ, കാരണം വണ്ടി ബസ് കാർ ഓടിച്ച് പരിചയമുള്ളൂ, ആനയെ കണ്ട് പരിചയമില്ല, ആനക്കൊണ്ട വായിക്കാൻ പരിചയമില്ല. അവൻ ആനയെ പേടിയാണ്. അതുകൊണ്ട് അവനെ ഏൽപ്പിക്കുന്ന ആനയെ 7 കൊല്ലത്തേക്ക് അയക്കാറില്ല. 7 കൊല്ലം 8 കൊല്ലം അവർ ആനയെ അയക്കാറില്ല. കിട്ടിയെന്ന് പറഞ്ഞു കുളിപ്പിക്കാൻ പോലും അയക്കാൻ അവൻ പേടിയാ. ഈ ആനക്കാരൻ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡ്രൈവറാണ്. അവന്റെ ജീവിതത്തിൽ അവൻ ആനയെ ഡ്രൈവ് ചെയ്തിട്ടില്ലല്ലോ, കാറിലെ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. ഇത്തരം അനീതികൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഈ അനീതികളാണ് നമ്മുടെ ക്ഷേത്രങ്ങളെ പുറമോട്ടടിച്ചത്, ദേവാലയങ്ങളെ നശിപ്പിച്ചത്. ഇത് പലരും പറയാറുണ്ട് പള്ളിയുടെ സ്വത്തെല്ലാം പള്ളിക്കാരെ കൈകാര്യം ചെയ്യുന്നത്. അതെ, അവർ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്യുന്നു, അതിനെ വളർച്ചയ്ക്ക് നിർവഹിക്കുന്നത്. ക്ഷേത്ര വരുമാനവും ദേവസ്വ സ്ഥാപനങ്ങളുടെ വരുമാനവും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും കൊള്ളയടിക്കുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മണികണ്ഠൻ പള്ളിക്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പന്തളം വലിയ കോയിക്കൽ കേരളവർമ്മ രാജ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എനിക്ക് കിട്ടുന്നത് ഞാൻ പലർക്കും പല സമയത്തും ഞാൻ കൊടുക്കാറുണ്ട്. എനിക്ക് തയ്ച്ച് ചിലവാക്കാൻ ചിലപ്പോൾ നോർമലായി എനിക്ക് കിട്ടുന്ന ഒരു പക്ഷേ കിട്ടുന്ന ഒരു തുച്ഛമായിട്ടുണ്ട്. അത്ര വലിയ എമൗണ്ട് കളയാൻ 10,000 രൂപയെ കിട്ടുന്നുള്ളൂ. ഒരു എന്താ പറയണ്ട, ഇത് 28,000 സംതിങ് അത്ര കിട്ടുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ധാരാളമായി ഇതിന് വേറെ കുഴപ്പമില്ല. പക്ഷെ അതൊരു വേറൊരു ആർഭാടം കാണിക്കാൻ നമുക്ക് കഴിയില്ല. ഈ പണത്തിന് പെൻഷൻ കിട്ടുന്നതായി പറയുന്നത്. പിന്നെ 1,000 രൂപ ഇവര് പണ്ട് നമ്മുടെ ഒരു 1,000 രൂപ ഒരാൾക്ക് കൊടുത്തു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കെ ഉത്തമൻ, മൂകാംബിക സജിപ്പോറ്റി, ഡോക്ടർ ശ്രീഗംഗ, ഗിരിജ മോഹൻ, സുധി വേളമസൂദ, ഓലയിൽ ജി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പുനലൂർ നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഊർജിതമാക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പുനലൂർ നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നത്. പുനലൂർ നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. ഇതിന്റെ ഒരു വീഡിയോ പ്രദർശനം ഉൾപ്പെടെയുള്ള വ്യാപകമായ ഒരു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നമുക്ക് വാർഡ് സഭകൾ ചേരണം. ആ വാർഡ് സഭ ചേരണം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ സോഴ്സ് റിഡക്ഷൻ ക്യാമ്പയിൻ പോലെ തന്നെ പ്രധാനമാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ ഉൾപ്പെടെ. അപ്പൊ നമ്മുടെ ജനകീയമായ ഒരു ഇടപെടലിന്റെ പ്രസക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തും. നഗരസഭാ കൌൺസിലർമാർ, ആരോഗ്യവകുപ്പ് അധികൃതർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, ആശാവർക്കർമാർ, ICDS പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കാളികളായി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും 35 വാർഡുകളിലും ലഘുലേഖ വിതരണത്തിനും ബോധവൽക്കരണ പരിപാടികൾക്കും യോഗത്തിൽ തീരുമാനമായി. വീടിന്റെ പരിസരത്തെ ചെറുകാടുകൾ ഇല്ലാതാക്കുക, പൊതുനിരത്തിൽ ഉപയോഗശൂന്യമായവ വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുക, അടുക്കള മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുക, വീടിന്റെ സൺഷെയ്ഡുകളിലും മറ്റും വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നു വന്നു. ലൈവ് വാർത്ത, പുനലൂർ.
പുനലൂർ നഗരസഭയിലെ പ്ലാച്ചേരി വട്ടപ്പടയിൽ 14 വർഷം മുമ്പ് പണി കഴിപ്പിച്ച ICPD സബ് സെന്റർ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറും. 2,35,000 രൂപ ചെലവഴിച്ചാണ് നഗരസഭ കെട്ടിടം പണി കഴിപ്പിച്ചത്. കെട്ടിടത്തിന്റെ ജനലുകളും വാതിലുകളും സാമൂഹ്യ വിരുദ്ധരാൽ തകർക്കപ്പെട്ട നിലയിലും പരിസരം കാടുമൂടപ്പെട്ട അവസ്ഥയിലുമാണ്. ഇത് കാരണം പ്രദേശവാസികളുടെ സ്വൈരജീവിതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പലതവണ ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചുവെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കെട്ടിടം ഇവിടെ പണിഞ്ഞിട്ടതല്ലാതെ ഇത് തുടർന്ന് പ്രവർത്തനം ചെയ്യുകയോ യാതൊരു വക ഇവിടെ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ മണ്ടേ മൊത്തവും വെള്ളം കെട്ടിക്കിടന്ന് കൊതുവും ഈച്ചയുടെയും ശല്യം കാരണം പരിസരവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും മദ്യപാനവും മറ്റു കാര്യങ്ങളെ കൊണ്ട് അയൽവാസികൾക്കും പരിസരത്തുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. അധികൃതർ ഇതെന്തോന്ന് വെച്ചാൽ ചെയ്ത്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ മാത്രം പ്രവർത്തിച്ച ഈ കെട്ടിടം കഴിഞ്ഞ 14 വർഷക്കാലമായി ഈ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. കെട്ടിടം എന്തിനു വേണ്ടിയാണ് പണി കഴിപ്പിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. പൊതുജനത്തിന് പ്രയോജനകരമാകുന്ന തരത്തിൽ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് കൌൺസിലർ S. അനിൽകുമാറും നാട്ടുകാരും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കൌൺസിലിന്റെ മുന്നത്തെ കൌൺസിലാണ് പ്ലാച്ചേരി വാർഡിൽ ഇത്തരം ഒരു ബിൽഡിംഗ് ഇവിടെ വന്നത്. മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മൃഗസംരക്ഷണ വകുപ്പിന്റെ തന്നെ സബ് സെന്റർ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം 2 കൌൺസിൽ കഴിഞ്ഞിട്ടും നാളിതുവരെയായിട്ട് ഇത് പ്രവർത്തിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികാരി വർഗ്ഗങ്ങൾ തയ്യാറായിട്ടില്ല. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് നഗരസഭയിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ സമീപിക്കുമ്പോഴും ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെയുണ്ട്, അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നുണ്ട്, സമീപത്തുള്ള വീടുകൾക്ക് വലിയ ശല്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ കാടുകളൊക്കെ പടർന്നു പിടിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഇത് മുകൾ ഭാഗം വെള്ളക്കെട്ടലോടുകൂടി കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇതെല്ലാം പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതെന്തിൻ്റെയെങ്കിലും പേരിലാണെങ്കിൽ കൂടി ഇതൊന്ന് പുനർക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നഗരസഭയോ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട വകുപ്പോ തയ്യാറായിട്ടില്ല. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങ് കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തിന്റെ വികസനത്തിന് കഴിയുന്ന തരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഹയർ സെക്കൻഡറി ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹൈസ്കൂൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ നമ്മുടെ പലക്കളായിട്ടുള്ള ആളുകൾ പരിശ്രമിച്ചതുപോലെ നമ്മൾ ഒത്തുചേർന്ന് പരിശ്രമിക്കുക. ഇപ്പോൾ പറഞ്ഞതുപോലെ സാഹചര്യം ഈ അടുത്ത കാലത്തൊന്നും വരുമെന്ന് തോന്നുന്നു. നമ്മുടെ സ്കൂളിൽ തന്നെ ദൂരെ കാരണം നമുക്കൊരു മന്ത്രി കാര്യം ഉണ്ടാകും. മന്ത്രി മാത്രമല്ല, മന്ത്രിയുടെ മൂത്ത സഹോദരി ഇപ്പോൾ SSLC പരീക്ഷയിൽ ഇപ്രാവശ്യവും 100% വിജയം കൈവരിച്ച സ്കൂളിനെ ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്തുന്നതിന് ഉന്നത തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇതിനായി തന്റെ മുഴുവൻ കഴിവും പ്രയോജനപ്പെടുത്തുമെന്നും S. ജയമോഹൻ പറഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് M. ജയചന്ദ്രൻപിള്ള അധ്യക്ഷനായി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. സന്തോഷ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സരോജാദേവി, വാർഡ് മെമ്പർ P. അനിത, PTA വൈസ് പ്രസിഡന്റ് V. മനോജ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിജയകുമാരി, വിജി N, T. കൃഷ്ണൻകുട്ടി, R. സജികുമാർ, GS. പ്രേംലാൽ, V. ലിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഐലറ മൂഴിയക്കൽ ഓലിയേരി തോടിന്റെ ഓരം ചേർന്നുള്ള റോഡ് ഇടിഞ്ഞു താണിട്ട് നാളുകൾ ഏറെയായി. കാൽനട യാത്ര പോലും ഇതുവഴി അസാധ്യമായിരിക്കുകയാണ്. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണിത്. ഈ റോഡിന് ഇരുവശവുമുള്ള തോടും കുളവും കടന്നു കിട്ടണമെങ്കിൽ നന്നായി സർക്കസ് പഠിക്കണം. തൊട്ടടുത്തായുള്ള ഐലട മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇതുവഴി ദിനംപ്രതി നടന്നെത്തുന്നവർ നിരവധിയാണ്. എന്നാൽ കുളത്തിലും തോട്ടിലും വീഴാതിരിക്കാൻ പണിപ്പെട്ടാണ് ഇവരുടെ യാത്ര. വേനൽക്കാലമായതിനാൽ തോട്ടിലിറങ്ങി യാത്ര ചെയ്യാം. എന്നാൽ മഴക്കാലമാകുന്നതോടെ അതും അസാധ്യമാകും. സ്കൂൾ കൂടി തുറക്കുന്നതോടെ ബാഗും തൂക്കി ഇതുവഴി കുട്ടികൾക്ക് അനായാസം കടന്നുപോകാനാകില്ല. പലതവണ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അപകടങ്ങൾക്കു ശേഷം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന അധികാരികൾ അപകടത്തിന് കാത്തുനിൽക്കാതെ റോഡിന്റെ വശങ്ങൾ കെട്ടി റോഡിന് സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലൈവ് വാർത്ത, അഞ്ചൽ.
916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. റബ്ബർ മരങ്ങൾ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി നശിപ്പിച്ചതായി പരാതി. നരിക്കൽ വെഞ്ചേമ്പ് പെരിയവിള വീട്ടിൽ വർഗീസ് ഡെയ്സി ദമ്പതികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ റബ്ബർ മരമാണ് വെട്ടി നശിപ്പിച്ചത്. വെഞ്ചേമ്പ് പെരിയവിള വീട്ടിൽ വർഗീസ് ഡെയ്സി ദമ്പതികളുടെ ഉടമസ്ഥതയിലുള്ള 63 സെന്റ് സ്ഥലത്തെ റബ്ബർ മരമാണ് വെള്ളിയാഴ്ച വെട്ടി നശിപ്പിച്ചത്. ഈ വസ്തുവിനോട് ചേർന്നുള്ള 7 സെന്റും വീടും അടുത്തിടെ ഹരീഷ് എന്നയാൾക്ക് വിൽക്കുകയുണ്ടായി. ഹരീഷാണ് റബ്ബർ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതെന്ന് വർഗീസ് പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മുമ്പാകെ നൽകിയ പരാതിയിൽ പറയുന്നു. ഹരീഷിന് കൊടുത്ത വസ്തു ഒഴിച്ചുള്ള വസ്തു അടുത്തിടെയായി വർഗീസ് വേലികെട്ടി തിരിച്ചിരുന്നു. ഇതിന്മേലുള്ള വൈരാഗ്യത്തിലാണ് ഹരീഷ് റബ്ബർ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതത്രേ. കുടുംബത്തോടൊപ്പം വർഗീസ് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് താമസം. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വെട്ടുകത്തിയുമായി എത്തിയ ഹരീഷ് റബ്ബർ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതെന്ന് വർഗീസ് പരാതിയിൽ പറയുന്നുണ്ട്. ടാങ്കൊക്കെ അവൻ ഉപയോഗിച്ചിട്ടിരുന്നു. ഞങ്ങൾ വിലക്കായിരുന്നു, 1 വർഷമായിട്ട് വിലക്കുക. കേക്ക എടുത്തിട്ട് പിന്നെ ലാസ്റ്റിലെ വേലിയെ ഇന്ന് രാവിലെ വേലി വലിച്ച് പറിച്ച് കളഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് റബ്ബർ മരം വെട്ടത്തി കൊണ്ട് വെട്ടിച്ചെത്തി കളഞ്ഞു. ഇവിടെ എല്ലാവരും കണ്ടവരെല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാതെ കിണറ്റി മോട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മോട്ടർ ഞാൻ എടുത്ത് മാറ്റാനായിട്ട് 1 വർഷമായിട്ട് പറഞ്ഞ് എനിക്ക് പണിക്ക് നിൽക്കുന്ന വെട്ടുകാരനും പറഞ്ഞായിരുന്നു. പിന്നെ ജോലി നിൽക്കുന്ന പുള്ളിക്കാരനും പറഞ്ഞായിരുന്നു, കേൾക്കാതെ. പിന്നെ അവനോട് പറഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നപ്പം മോട്ടർ എടുത്ത് മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ ഈ പണി അവൻ ചെയ്തിരിക്കുക. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ MLA റോഡിലെ വെള്ളക്കെട്ടുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യം ശക്തമാകും. പുനലൂർ MLA റോഡിൽ അപകടക്കിണിയായി വെള്ളക്കെട്ടുകൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് റോഡിലെ കുഴികളെല്ലാം വെള്ളക്കെട്ടുകളായി മാറിയത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാത ഇതോടെ തികച്ചും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡ് തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടു. ദിനംപ്രതി റോഡിലെ കുഴികൾ വലുതായിട്ടും അധികൃതർ കണ്ടമട്ടില്ല. കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിൽ റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. വർഷങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇപ്പം എനിക്ക് വയസ്സ് 33 വയസ്സായി. ഇത്ര നാളുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഇത് ഒരിക്കലും റോഡ് വൃത്തിയാക്കത്തില്ല. റോഡിൽ കേരളത്തിലുള്ള പല റോഡുകളും വൃത്തിയാക്കും, പക്ഷേ ഇത് മാത്രം ഒരിക്കലും ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല ആരും. അതിനൊരു നടപടിയൊന്നും ഇതുവരെ കണ്ടൊന്നുമില്ല. ഇത് പലപ്പോഴും കളിയാക്കി ചോദിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി, ഈ റോഡിനെ പറ്റി. ഇതിന് മാറ്റമില്ലയോ ഈ റോഡിന്? മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലെ കൂടെ ബൈക്ക് യാത്രക്കാർ, പ്രത്യേകിച്ച് നമുക്കൊന്നും പ്രശ്നമില്ല. ഈ രാത്രി ലേഡീസും കൊച്ചുപിള്ളേരൊക്കെ ഇവിടെ പോകുന്നവർക്ക് പ്രശ്നമാണ് ഇത്, അറിയാത്തവർക്ക്. 3 കട്ടറാണ് ഇത്, ആ ഭാഗത്തും ഈ ഭാഗത്തും എൻ്റെ ഇച്ചിരി അപ്പുറത്തും. ഇവിടെ ഇതിലും കുഴിയായിരുന്നു, പിന്നെ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് നികത്തിയാണ് ഇച്ചിരി. ന്യൂസ് ബ്യൂറോ പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മോദി സർക്കാർ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നുവെന്നും ചെന്നിത്തല.
പത്തനാപുരത്ത് മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നരിക്കൽ വെഞ്ചേമ്പിൽ വെട്ടുകത്തി ഉപയോഗിച്ച് റബ്ബർ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. നശിപ്പിക്കപ്പെട്ടത് 70ഓളം റബ്ബർ മരങ്ങൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.